പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മുത്തശ്ശൻ അനിയോട് പറയുന്നുണ്ട്, നീ പോയിട്ട് അനാമിക മോളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറയും. എന്നാൽ അനിക്ക് അതിനൊട്ടും തന്നെ താല്പര്യമില്ല കേട്ടോ. അനി പറയുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നൊക്കെ പറയും. അങ്ങനെ മുത്തശ്ശൻ്റെ നിർബന്ധപ്രകാരം തന്നെ അനി നേരെ അനാമികയുടെ വീട്ടിലേക്ക് അനാമികയെ വിളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അനാമികയെ കണ്ട ഉടനെ തന്നെ അനി പറയുന്നുണ്ട്, അതെ, മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിന്നെ വിളിക്കാൻ വന്നത്, അല്ലാതെ എനിക്ക് താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല എന്നൊക്കെ പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അനാമികക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, ഓ, അവർ പറഞ്ഞതുകൊണ്ടാണല്ലേ, അല്ലാതെ നിനക്ക് എന്നെ താല്പര്യമൊന്നും ഇല്ലല്ലേ, നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും നീ എന്നെ വിളിക്കാൻ വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതെ, ഏതായാലും ഞാൻ വന്നില്ലേ, നീ ഇപ്പം എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അനി. എന്നാൽ അനാമികക്ക് അനിയുടെ കൂടെ പോകാൻ വലിയൊരു താല്പര്യമില്ലെങ്കിലും രേവതി വേണു നിർബന്ധിച്ചുകൊണ്ട് തന്നെ അനാമിക അനിയുടെ കൂടെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവേൻ ഇങ്ങനെ നയനെക്കുറിച്ച് ഓർത്ത് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്ര കാലം താൻ തൻ്റെ നയനമോളെ ഒത്തിരിയധികം കഷ്ടപ്പെടുത്തിയില്ലേ, സ്വന്തം മരുമകൾ തന്നെ ജീവനോളം സ്നേഹിക്കുന്നതിന് എന്ന കാര്യം പോലും മനസ്സിലാക്കിയത് എത്രമാത്രം ക്രൂരമായിട്ടാണ് നയനമോളോട് പെരുമാറിയത് എന്നൊക്കെ ചിന്തിച്ച് കുറ്റബോധം കൊണ്ടിങ്ങനെ നെഞ്ചു നീറി വിങ്ങിപ്പൊട്ടി കരയായിരിക്കട്ടെ ദേവയാനി. എന്നാൽ ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് തന്നെ ജയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തിനാ ദേവയാനി നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത്? നിനക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അതേതായാലും അധികം വൈകാതെ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ജയേട്ടാ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ജയൻ പറയുന്നുണ്ട്, അതെ, നീ എത്രയും പെട്ടെന്ന് തന്നെ നയനമോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണം. നീ അവളോട് വിളിച്ചിട്ട് പറയണം ഇത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. അവൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കും ആദർശനും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും അവൾ വേണം. നയനമോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ നയനമോളെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയണമെന്ന് പറയട്ടെ ജയൻ. നീ ഒന്നും ചെയ്യേണ്ട ദേവയാനി, നീ ആ ഫോൺ എടുത്തിട്ട് നയനമോൾക്കൊന്ന് വിളിച്ചിട്ട് നയനമോളോട് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയാം. അത്രയെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റില്ലേ ദേവയാനി എന്ന് ചോദിക്കാട്ടോ ജയൻ. എന്നാൽ സത്യമെല്ലാം മനസ്സിലാക്കിയ ദേവയാനിക്ക് ഒരിക്കലും നയനെ ഇങ്ങനെ ഫോൺ കോളിൽ വിളിച്ചു വരുത്താനൊന്നും സമ്മതമല്ല. എന്നിട്ട് ദേവേൻ്റെ മനസ്സിലുള്ള വികാരമൊന്നും പുറത്തേക്ക് കാണിക്കാതെ നയനെ കാണാൻ വേണ്ടി നയനയുടെ വീട്ടിലേക്ക് നന്ദാവനത്തിലേക്ക് കയറി ചെല്ലുന്നുണ്ടോ ദേവയാനി. ദേവയാനി ഈ ഒരു സത്യം മനസ്സിലാക്കിയെന്ന കാര്യം ആരോടും തന്നെ ദേവയാനി പറയുന്നില്ല. ദേവയാനി നേരെ നയനെ കാണാൻ ചെന്നുകൊണ്ട് തന്നെ നയനയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, അതെ, ഞാൻ തല താഴ്ത്തി നിന്റെ അടുത്തേക്ക് വരണം, എന്നിട്ട് നിന്നെ അനന്തപുരിയിലേക്ക് വലിക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് വരണം. അതായിരുന്നല്ലോ നിന്റെ ലക്ഷ്യം. ഇപ്പം ഏതായാലും നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്നെ തേടി ഞാനിതേ നിന്റെ അടുത്തേക്ക് വന്നു. ഇനിയെങ്കിലും നിനക്ക് അനന്തപുരി വീട്ടിലേക്ക് വന്നൂടെ എന്നാണ് കേട്ടോ ദേവയാനി ചോദിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് നയനക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നയനോട് പറയുന്നുണ്ട്, ആദർശിൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിയെ എൻ്റെ സ്വന്തം മരുമകളെ പോലെ സ്നേഹിക്കണമെന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ നീ വീട്ടിലേക്ക് കയറി വന്ന ആ ഒരു രീതി, ആ സാഹചര്യം ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. എന്നാൽ ദേവയാനി വളരെയധികം സ്നേഹത്തോടെ സൗമ്യമായിട്ട് നയനയോട് ഇങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയെല്ലാം ചെയ്യുന്ന കാണുന്ന സമയത്ത് നയനക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ദേവയാനി വന്നിട്ട് നയനെ അനന്തപുരി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡാണ് കേട്ടോ നാളെ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.